It's Tailfrog, let's fly, let's fly. It's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയ ഗോൾഡൻ എസ്കേപ്പ് എന്ന ട്രഷർ ഹണ്ടിങ് പ്രിസൺ എസ്കേപ്പ് വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു കിടിലൻ ചൈനീസ് മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's Tailfrog. നമ്മുടെ ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ചൈനയിലുള്ള ഒരുപാട് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജയിൽ കാണിക്കുകയാണ്. ഈ ജയിലിനകത്ത് പ്രധാനമായിട്ടും 2 ഗ്യാങ്ങുകളാണ് ഉണ്ടായിരുന്നത്. അവരിപ്പോ പോലീസുകാരൊന്നും അറിയാതെ ജയിലിന്റെ ഉള്ളില് ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നേർക്ക് നേരെ വന്ന് നിൽക്കുകയാണ്. ഈ 2 ഗ്യാങ്ങിലും പെട്ടിട്ടുള്ള ഓരോരുത്തരും ഇപ്പൊ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഈ മുടി നീട്ടി വളർത്തിയിട്ടുള്ള ഇവനാണ് നമ്മുടെ കഥയിലെ വില്ലനായിട്ടുള്ള മൈക്കിളാണ് അവന്റെ ഗ്യാങ്ങിന്റെ ലീഡർ. മൈക്കിളിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തല്ല് വാങ്ങിച്ചു കൂട്ടുന്ന ഇവനാണ് നമ്മുടെ ഹീറോയെ നമുക്ക് ക്രിസ് എന്ന് വിളിക്കാം. മൈക്കിളും ക്രിസും തമ്മിൽ ഇപ്പൊ നല്ല രീതിയിൽ തന്നെയുള്ള ഫൈറ്റ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ് മൈക്കിളിനെ അടിക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിലും മൈക്കിളിന്റെ അടുത്ത് ഒരുപാട് തല്ല് നമ്മുടെ ക്രിസിന് കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ക്രിസ് എന്തിനാണ് ഈ ഒരു ജയിലിൽ എത്തിയെന്നും അവനിപ്പോ എന്തിനാണ് മൈക്കിളുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ക്രിസ് അവരുടെ നാട്ടിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം ഡയറക്ടറാണ്. പക്ഷെ ആശാന്റെ സമയം ഇപ്പൊ കുറച്ച് മോശമാണ്. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന സിനിമകളൊക്കെ നല്ല 8 നിലയിൽ പൊട്ടി പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പൈസക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണത്. ഈ നാട്ടിലുള്ള ഒരു ഗ്യാങ്സ്റ്ററിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ക്രിസ് കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ കൊടുക്കേണ്ട ഡേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ അവന്റെ അടുത്ത് കൊടുക്കാനായിട്ട് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം കൂടി അവധി ചോദിക്കാന്ന് വിചാരിച്ചിട്ട് ക്രിസ് ഇപ്പോ ആ ഒരു ഗ്യാങ്സ്റ്ററിനെ കാണാനായിട്ട് വന്നേക്കാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവനെ പോലെ തന്നെ പൈസ കടം വാങ്ങിച്ചിട്ട് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഒരാളുടെ കൈ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ഇങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീനൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ക്രിസ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവനിപ്പോ നല്ല രീതിയിൽ തന്നെ പേടിയാവുന്നുണ്ട്. ഈ ഒരു തല്ലുപിടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഗ്യാങ്സ്റ്റർ നമ്മുടെ ക്രിസിന്റെ നേരെ തിരിയാണ്. എന്നിട്ട് അവനോട് ക്യാഷ് ചോദിക്കുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 2 ദിവസം കൂടി സമയം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പൈസ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തരാന്നൊക്കെ ഇങ്ങനെ പേടിച്ചിട്ട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഗ്യാങ്സ്റ്റർ പറയുന്നുണ്ട്, ഇന്ന് നിന്റെ എടുക്കാനായിട്ട് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും പൈസ നിനക്ക് എവിടുന്ന 2 ദിവസം കൊണ്ടൊക്കെ കിട്ടുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ആ ഒരു പൈസ നീ എനിക്ക് തിരിച്ചു തരുമൊന്നും വേണ്ട. നീ ഒരു ഫിലിം ഡയറക്ടർ അല്ലേ? എന്റെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു സിനിമ എടുക്കണം എന്നുള്ളത്. ജയിലിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി കഥ നീ എഴുതി കൊണ്ടുപോവാ. ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പടം എടുത്ത് കളയാം. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നീ എനിക്ക് തരാനുള്ള പൈസ ഞാൻ എടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ക്രിസിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനും അതിന് സമ്മതിക്കുകയാണ്. നിങ്ങൾ എനിക്ക് ഒരു മാസം സമയം തന്നിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി കഥ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതി തയ്യാറാക്കി കൊണ്ടുവരാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഗ്യാങ്സ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസോ നിനക്ക് ഞാൻ 4 ദിവസം സമയം തരും. അതിനുള്ളിൽ നീ ആ ഒരു കഥ എഴുതി കൊണ്ട് തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് നീ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നിന്റെ കയ്യിൽ പൈസ ഉണ്ടാവണം. എന്നാൽ ഈ ഒരു കാര്യം കേട്ട സമയത്ത് നമ്മുടെ ക്രിസ് ശരിക്കും ഞെട്ടിപ്പോവാണ്. വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ അവനിപ്പോ ഈ ഒരു ഡീലിന് ഓക്കെ പറഞ്ഞിട്ട് അവൻ നേരെ അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് അവനാണെങ്കിൽ ആ ഒരു കഥ എഴുതാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ജയിലിൽ നിന്നും എസ്കേപ്പ് ആവുന്ന തരത്തിലുള്ള ഒരുപാട് സിനിമകൾ അവൻ കുത്തിയിരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് എന്തെങ്കിലും കഥ എഴുതാൻ പറ്റുന്നതാണ് അവൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരുപാട് ശ്രമിച്ചിട്ടും അങ്ങനെ ഒരു കഥ അവൻ എഴുതാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഗ്യാങ്സ്റ്റർ കൊടുത്തിട്ടുള്ള 4 ദിവസം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവൻ നല്ല രീതിയിൽ ടെൻഷൻ ആവുകയാണ്. അവന് ദേഷ്യം വന്നിട്ട് അവന്റെ റൂമിലുള്ള പല സാധനങ്ങളും ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ട് ഇപ്പൊ ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ബോക്സ് അവൻ കാണുന്നത്. അവന്റെ ഗ്രാൻഡ് പേയുടെ അഡ്രസ്സിൽ നിന്നും വന്ന ഒരു കൊറിയർ ബോക്സ് ആയിരുന്നു അത്. ഈ ബോക്സ് ഇവിടെ എത്തിയിട്ട് 4-5 ദിവസമായി. പക്ഷെ അവൻ നല്ല തിരക്കിലായതുകൊണ്ട് തന്നെ ഈ ഒരു ബോക്സ് ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് അവൻ മെനക്കെട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അവൻ ആ ഒരു ബോക്സ് തുറന്നിട്ട് അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കുകയാണ്. അതിന്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് എന്തോ ഒരു പഴയ മാപ്പ് അവന് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല അവന്റെ ഗ്രാൻഡ് പാ അവനായിട്ട് എഴുതിയിട്ടുള്ള ഒരു ലെറ്ററും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവനിപ്പോ ആ ഒരു ലെറ്റർ വായിച്ച് നോക്കുകയാണ്. ഈ ലെറ്റർ നിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാനിപ്പോ മരിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ബോക്സിന്റെ ഉള്ളിൽ ഞാനൊരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഒരു 4-5 ജനറേഷൻ ആയിട്ട് ഈ ഒരു മാപ്പ് ഞങ്ങൾ ഇങ്ങനെ കൈമാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സിറ്റിയില് കടലിനോട് ചേർന്നിട്ട് ഒരു ജയിലില്ലേ, ആ ജയിൽ അവിടെ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മുടെ പൂർവികരൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തറവാട് വീടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു വീടിന്റെ മാപ്പാണ് ഈ ഒരു പാഴ്സലിന്റെ കൂടെ ഞാൻ അയച്ചിട്ടുള്ളത്. ഈ ബോക്സിനുള്ളിൽ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു ഗോൾഡ് ബാർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ഗോൾഡ് ബാറുകള് ഒരു നിധിയായിട്ട് നമ്മുടെ ആ ഒരു തറവാട് വീടിരുന്ന സ്ഥാനത്തുണ്ട്. ആ ഒരു നിധി ഇരിക്കുന്ന ലൊക്കേഷൻ എവിടെയാന്നുള്ളത് ഈ ഒരു മാപ്പ് വെച്ചിട്ട് നിനക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിന്നെ കൊണ്ട് ആ ഒരു ട്രഷർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ അത് എടുത്തോ. അതല്ല നിനക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നീ മരിക്കുന്നതിന് മുന്നേ ഈ ഒരു മാപ്പും ഞാൻ തന്നിട്ടുള്ള ആ ഒരു ഗോൾഡ് ബാറും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യണം. അങ്ങനെയായിരുന്നു അവന്റെ മുത്തച്ഛൻ ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നത്. നമ്മുടെ ക്രിസിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡ് ബാർ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അവന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളതൊക്കെ ശരിയാണോന്ന് അവനിപ്പോ ആലോചിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുത്തശ്ശൻ അയച്ചിട്ടുള്ള ആ ഒരു മാപ്പും അതുപോലെ തന്നെ ആ ജയിലിന്റെ ഇപ്പോഴത്തെ മാപ്പും കൂടിയിട്ട് അവൻ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഇവ നോക്കുന്ന സമയത്ത് രണ്ട് മാപ്പും ഒരേപോലെ തന്നെയാണുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് കൺഫേം ആവാണ് തീർച്ചയായിട്ടും ആ ഒരു നിധി അത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് അവന് മനസ്സിലാവാണ്. അങ്ങനെ ആ ഒരു നിധിയുടെ പുറകെ പോകാൻ തന്നെ നമ്മുടെ ഹീറോ തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് മാപ്പും അവൻ കാണാപ്പാടം തന്നെ പഠിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ നേരെ പോയത് അവന്റെ തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു. ഒരു കാരണമില്ലാതെ അവരുടെ വീട്ടിൽ പോയിട്ട് അവരോട് കച്ചറ ഉണ്ടാക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവനും അവൻ ഇപ്പൊ എടുത്ത് പുറത്തേക്ക് എറിയാണ്. ഇവന്റെ ഈ ഒരു അക്രമം കണ്ടു കഴിഞ്ഞപ്പോ അവർ നേരെ പോലീസിനെ വിളിക്കുകയാണ്. നമ്മുടെ ഹീറോ വിചാരിച്ചതുപോലെ തന്നെ അവനെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ ഒരു ജയിലിൽ കൊണ്ടുപോയാക്കുകയാണ്. ജയിലിൽ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കുറ്റവാളികൾ ഉണ്ടായിരുന്നു. എല്ലാവരും തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് വന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്തിട്ട് നൈസായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവണമെന്നൊക്കെ നമ്മുടെ ഹീറോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ വിചാരിച്ചിട്ട് ക്രിസ് അവന്റെ സെല്ലിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഹീറോയിനോട് പറയാണ്, ഇവിടെ വലിയൊരു സംഭവം നടക്കാൻ പോവാണ്, എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ഇരുന്നോണം, ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചിക്കളയും തന്നെ അവൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ചേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാനൊരു കുഴപ്പത്തിനുമില്ല, ഇവിടെ തന്നെ ഇരുന്നോളാന്ന് ഹീറോ ഇങ്ങനെ പേടിച്ച് വിറച്ച് പറയുന്നുണ്ട്. ഇപ്പോ ആ ഒരു സെല്ലിൽ ഉണ്ടായിരുന്ന എല്ലാരും തന്നെ അവിടുന്നും ഇവിടുന്നുമായിട്ട് കുറെ ടൂൾസ് ഇങ്ങനെ എടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിന്റെ കിളി പോകുന്നുണ്ട്. ഇവരുടെ സെല്ലിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് ഒരാള് കണ്ണാടിയിൽ നോക്കിയിട്ട് മുടിയൊക്കെ ഇരിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അയാളുടെ ബാക്കിലേക്കാണ് ഈ ഒരു സെല്ലിൽ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും വന്നങ്ങനെ നിരന്ന് നിൽക്കുന്നത്. കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് തല ചീവുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ലോ മോഷനിലും എല്ലാം തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇപ്പൊ ബാക്കിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരും അയാളും തമ്മിൽ ഇങ്ങനെ കലിച്ചു നോക്കി നിൽക്കുകയാണ്. അയാളിപ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ അവന്റെ മുഖഭാവമൊക്കെ ആകെ മാറുകയാണ്. അയാളിപ്പോ മെല്ലെ ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആശാന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, അതൊന്ന് ആഘോഷിക്കാനായിട്ട് വന്നതെന്ന് പറയാണ്. ഇപ്പൊ എല്ലാരും കൈയൊക്കെ കൊട്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ക്രിസിന്റെ കിളി അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തോ വലിയൊരു സംഭവം നടക്കുന്നു വിചാരിച്ചു കഴിഞ്ഞപ്പോ ഇത് എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ക്രിസ് അവിടെ ഇരിക്കുകയാണ്. ഈ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആളില്ലേ, ഇവനാണ് അവരുടെ സെല്ലിലുള്ള ആ ഒരു മൊത്തം ഗ്യാങ്ങിന്റെ ലീഡർ. അവനെ നമുക്ക് ജോൺ എന്ന് വിളിക്കാം. ജോൺ ഇപ്പം എല്ലാം നടന്നിട്ട് നമ്മുടെ ക്രിസിന്റെ അടുത്തേക്ക് പോവാണ്. ഓ, നീ പുതിയതായിട്ട് വന്ന ആളാണല്ലേ, എന്താണ് നിന്റെ പേര് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ക്രിസ് ഇപ്പോ അവന്റെ പേര് പറയാണ്. നമ്മുടെ ഹീറോയുടെ പേര് കേട്ട അതേ സമയത്ത് തന്നെ ജോണിന്റെ മുഖം ആകെ മാറുകയാണ്. ജോൺ ഇപ്പോ അവനോട് പറയാണ്, നിന്റെ ഇതേ പേരുള്ള ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു പേര് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അവന്റെ ഓർമ്മയാണ് വന്നത്. ഇവിടെ നിനക്കൊരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം, ഇനി നീയും എന്റെ ഗ്യാങ്ങിലെ ഒരു മെമ്പറാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രിസിനെ ജോൺ ഹഗ് ചെയ്യാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോ നമ്മുടെ ജോണിനെ തള്ളിവിട്ടിട്ട് പറയാണ്, ഞാൻ ഒരു ഗ്യാങ്ങിലും ചേരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്ക് എന്നിങ്ങനെ പറയാണ്. ജോണിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ഒരുത്തനുണ്ട്. അവനിപ്പോ ക്രിസിന്റെ രണ്ട് തട്ട് തട്ടിയിട്ട് അവനോട് പറയാണ്, നീ ഞങ്ങളുടെ ഗ്യാങ് ലീഡറിനെ എതിർത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസിന്റെ അടുത്ത് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ചൂടാവുന്ന കണ്ടു കഴിഞ്ഞപ്പോ ജോൺ ഇപ്പൊ അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, എടാ അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവൻ തന്നെ നമ്മുടെ കൂടെ വന്നോളും എന്നിങ്ങനെ പറഞ്ഞിട്ട് റൈറ്റ് ഹാൻഡിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ ആ ഒരു ജയിലൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടോണ്ടിരിക്കുന്ന ഒരു സമയത്ത് കുറച്ച് വയസ്സായിട്ടുള്ള ഒരാള് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് ഗ്യാങ്ങുകളാണുള്ളത്. ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൽ ചേരാതെ നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. നീ ഏത് ഗ്യാങ്ങിലാണ് ചേരുന്നതെന്നുള്ളത് തീരുമാനിച്ചോ എന്നൊക്കെ അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ അധികം കാലമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാനൊരു ഗ്യാങ്ങിലും ചേരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഉള്ള സമയത്ത് ആരോടും വഴക്കൊന്നും ഉണ്ടാക്കാതെ സ്വസ്ഥമായിട്ട് എന്റെ പണിയും നോക്കിയിട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അയാൾ നമ്മുടെ ക്രിസിനോട് പറയാണ്, നീ ജോണിനെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, അവനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നേരും നിറയ്ക്കുള്ള ഒരു മനുഷ്യനാണ്. ഇവരുടെ ഓപ്പോസിറ്റ് ഗ്യാങ്ങിലെ ലീഡർ ആയിട്ടുള്ള മൈക്കിള് അവനൊരു സൈക്കോ ആണ്. അവൻ എപ്പോ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗ്യാങ്ങും തമ്മിൽ ജയിലിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നീ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൽ ചേരുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ മുത്തച്ഛൻ അയച്ചിട്ടുള്ള ആ ഒരു മാപ്പിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാപ്പിലുള്ള സ്ഥലങ്ങൾ എവിടേക്കാണുള്ളതെന്നൊക്കെ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ മനസ്സിൽ അവനൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വില്ലനായിട്ടുള്ള മൈക്കിളിന്റെ ആളുകൾ ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ക്രിസിന്റെ അടുത്ത് വന്നിട്ട് അവന്റെ തലയ്ക്ക് 4 അടിയും കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വാടാ, ഞങ്ങളുടെ ബോസ് നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ അവിടുന്ന് തൂക്കിയെടുത്ത് പോവുകയാണ്. ഇപ്പൊ മൈക്കിൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഗ്യാങ്ങിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനെ അവിടെ ഇട്ടിട്ട് ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ക്രിസിന് നല്ല പേടിയാവുന്നുണ്ട്. ക്രിസ് ഇപ്പോ വില്ലനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഓ, ഇവനെ കണ്ടാൽ തന്നെ പേടിയാവുന്നുണ്ട്. എതിർത്തൊന്നും പറയാതെ മൈക്കിളിന്റെ ഗ്രൂപ്പിൽ തന്നെ ചേരാന്ന് ക്രിസ് ഇപ്പൊ തീരുമാനം എടുക്കുകയാണ്. ഇപ്പൊ മൈക്കിളിന്റെ ഒരു കൂട്ടാളി വന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നീ ചേരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവൻ അധികം ഒന്നും ആലോചിക്കാതെ ചേർന്നോളാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ക്രിസ് അടക്കം പുതിയതായിട്ട് ജയിലിലെത്തിയിട്ടുള്ള 4 പേര് മൈക്കിളിന്റെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. മൈക്കിളിന്റെ കൂട്ടാളി ഇപ്പൊ ഒരു കപ്പില് കുറച്ച് വെള്ളമായിട്ട് വന്നിട്ട് മൈക്കിളിന് നേരെ നീട്ടുകയാണ്. മൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആ കൊണ്ടുവന്ന വെള്ളത്തിലേക്ക് ഇപ്പൊ കാറി തുപ്പുവാണ്. കൂട്ടാളി ഇപ്പോ ആ ഒരു കപ്പ് വാങ്ങിയിട്ട് വില്ലന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു 4 പേർക്ക് നേരെയും ഈ ഒരു കപ്പ് നീട്ടുന്നുണ്ട്. വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കപ്പിലുള്ള വെള്ളം ഓരോരുത്തരായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് കുടിക്കുകയാണ്. ഇപ്പൊ ആ ഒരു കപ്പ് കൈമാറിയിട്ട് നമ്മുടെ ക്രിസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവന് നല്ല രീതിയിൽ അരയ്ക്കുന്നുണ്ട്. എന്നാലും
എന്നാലും ഒരു വിധത്തില് അത് കുടിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ജോൺ ആ ഒരു കപ്പ് തട്ടിക്കളയാണ്. ജോൺ ഇപ്പൊ മൈക്കിളിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നുണ്ട്. നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവൻ എന്റെ ഗ്യാങ്ങിലുള്ള ആളാണ് എന്നിങ്ങനെ ജോൺ മൈക്കിളിനോട് പറയുന്നുണ്ട്. ജോൺ ഈ പറയുന്നത് ശരിയാണോന്ന് മൈക്കിൾ ഇപ്പോ ക്രിസിനോട് ചോദിക്കുന്നുണ്ട്. ക്രിസ് മൈക്കിളിനെ കണ്ടിട്ട് പേടിച്ചിട്ട് അല്ല ഞാൻ മൈക്കിളിന്റെ ടീമാണെന്ന് പറയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ജോൺ അവനോട് പറയുന്നുണ്ട്, ഇവിടെ ഞാനുള്ളിടത്തോളം കാലം നീ ആരെയും പേടിക്കണ്ട, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ജോൺ ഇപ്പോ നമ്മുടെ ക്രിസിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ്. ക്രിസ് ഇപ്പൊ ജോണിന്റെ ടീമിലായതുകൊണ്ട് തന്നെ വില്ലന്റെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവൻ എടുത്തിട്ട് കുത്തുന്നുണ്ട്. എപ്പോ നോക്കിയാലും മൈക്കിളിന്റെ ടീമിലുള്ള ആൾക്കാർ ഇവനെ എടുത്തിട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ ജോണിന്റെ ടീമിന് ഇവനെ വന്ന് രക്ഷിക്കുന്നത് തന്നെ ഒരു വലിയ ജോലിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് നാൾ കടന്നു പോകുന്നുണ്ട്. ക്രിസിനിപ്പോ ആ ഒരു ജയിലിലുള്ള ഓരോരോ റൂമുകൾ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ജോലി പോലീസുകാർ കൊടുക്കുന്നുണ്ട്. അത് തന്നെയായിരുന്നു ക്രിസിനും വേണ്ടത്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ അവൻ ആ ഒരു ജോലി ഏറ്റെടുത്തിട്ട് അങ്ങനെ ഓരോരോ റൂമുകളായിട്ട് കയറി ഇറങ്ങിയിട്ട് അവന്റെ മൈൻഡിലുള്ള ആ ഒരു മാപ്പ് അതിലുള്ള ഓരോ റൂമുകളും ഇവൻ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അവന്റെ ഒരു നോട്ട്ബുക്കിൽ ഇങ്ങനെ വരച്ചു വെക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ജയിലിലുണ്ടായിരുന്ന ഒരു ലൈബ്രറി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സീക്രട്ട് ആയിട്ടുള്ള ഫയലുകൾ വെച്ചിട്ടുള്ള ഒരു റൂം ഉണ്ടെന്നും അതിനുള്ളിൽ ഈ ജയിലിന്റെ പുതിയ മാപ്പ് ഉണ്ടെന്നും നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവാണ്. എങ്ങനെയെങ്കിലും ആ ഒരു മാപ്പ് കൈക്കലാക്കണമെന്ന് അവനിപ്പോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അവന്റെ ഷോൾഡറിലേക്ക് ഒരാൾ കൈവെക്കുന്നുണ്ട്. അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മൈക്കിളിന്റെ ടീം വരുന്നത് അവർ ക്രിസിനെ അടിച്ച് ബോധം കെടുത്തിയിട്ട് അവിടുന്ന് എടുത്തിട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ ജോണിനെ ഗ്യാങ്ങിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ നേരമായിട്ടും ക്രിസിനെ കാണാതുകൊണ്ട് തന്നെ ജോൺ ഇപ്പൊ ടെൻഷനായിട്ട് മൈക്കിളിന്റെ അടുത്തേക്ക് വന്നേക്കാണ്. ജോൺ ഇപ്പോ മൈക്കിളിനോട് ക്രിസ് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. മൈക്കിളാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ എണീറ്റിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ്സിലേക്ക് പഴയതുപോലെ കാറി തുപ്പിയിട്ട് ആ ഒരു ഗ്ലാസ് ജോണിന്റെ നേരെ നീട്ടുകയാണ്. നീ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എവിടെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ഓരോരോ സെക്കൻഡും അവന്റെ ജീവന് അപകടമാണ്. ഇപ്പോ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു കപ്പ് വാങ്ങിയിട്ട് ജോൺ കണ്ണും പൂട്ടി കുടിക്കുകയാണ്. നമ്മുടെ ജയിലിലുള്ള വേസ്റ്റുകളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയുള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ ഉള്ളിൽ അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. വേണമെങ്കിൽ പോയി പൊക്കി എടുത്തോന്ന് പറയാണ്. ഇപ്പൊ ജോണും അവന്റെ ടീമും കൂടിയിട്ട് ഓടി വന്നിട്ട് ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് തുറന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ക്രിസിന്റെ കൈയും കാലൊക്കെ കെട്ടിവെച്ച് മുഖത്തൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് അവൻ അതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ജോൺ ആ ഒരു കവർ കട്ട് ചെയ്ത് കളയാണ്. അവരിവിടെ എത്താനായിട്ട് കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ക്രിസ് ഇപ്പോ ആവിയായിട്ടുണ്ടാവുമായിരുന്നു. അവരെല്ലാരും കൂടി ചേർന്നിട്ട് ക്രിസിനെ എടുത്ത് പുറത്തിരുത്തുന്നുണ്ട്. ജോണിന്റെ റൈറ്റ് ഹാൻഡിന് നല്ല രീതിയിൽ കലിപ്പളകുന്നുണ്ട്. നിങ്ങളൊന്ന് മോളിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് അവനെ തീർക്കാന്ന് പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ക്രിസ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ട, ഇത് വിട്ടേക്കെന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ജോൺ പറയാണ്, ഇന്ന് നിന്നെ അവൻ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഗ്യാങ്ങിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സിനെയും അവൻ ഇതുപോലെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നിങ്ങനെ പറയാണ്. എന്തൊരു കഷ്ടമാണ് ദൈവമേ, വന്ന പണി തീർത്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോ ഇവന്മാരൊന്നും അതിന് സമ്മതിക്കും തോന്നുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ക്രിസ് അവിടെ തന്നെ കുത്തി അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജോണും അവന്റെ ടീമും കൂടിയിട്ട് മൈക്കിളിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൈക്കിളിന്റെ ടീമും ജോണിന്റെ ടീമും കൂടിയിട്ട് ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അടിക്കുന്നുണ്ട്. സംഗതി ഇത്തിരി കൈവിട്ടു പോയ സീനായതുകൊണ്ട് തന്നെ പോലീസുകാരും ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ലാത്തി ഉപയോഗിച്ചിട്ട് എല്ലാ എണ്ണത്തിനെയും അടിച്ചൊതുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ക്രിസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് തന്നെയാണ് പറ്റിയ സമയം എന്ന് മനസ്സിലാക്കിയിട്ട് ക്രിസ് ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അയാളുടെ അരയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻഷ്യൽ റൂമിന്റെ കീ നൈസായിട്ട് ഇങ്ങോട്ട് അടിച്ചു മാറ്റുന്നുണ്ട്. നിങ്ങളൊക്കെ എന്തെങ്കിലും ഇവിടെ കിടന്ന് കാണിക്കുന്നു വിചാരിച്ചിട്ട് ക്രിസ് ആ ഒരു മാപ്പ് വെച്ചിട്ടുള്ള കോൺഫിഡൻഷ്യൽ റൂമിലേക്ക് ഓടി പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവൻ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മൈക്കിളിന്റെ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ വന്നിട്ട് നമ്മുടെ ക്രിസിനെ അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മൈക്കിളും ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ക്രിസിനെ ചവിട്ടി താഴെയിട്ടിട്ട് അവനിപ്പോ അടിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ജോൺ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ട് മൈക്കിളിനെ ഇപ്പൊ പിടിച്ചു വെക്കുകയാണ്. ഇപ്പൊ മൈക്കിളും ജോണും കൂടിയിട്ട് അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പില് നിലത്ത് വീണുമായിട്ടുള്ള ആ ഒരു കീ എടുത്തിട്ട് ക്രിസ് ആ ഒരു കോൺഫിഡൻഷ്യൽ റൂം തുറക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ഇവൻ ആ ഒരു ഡോർ തുറക്കാൻ പോകുന്ന ഓരോ സമയത്തും ജോണും മൈക്കിളും കൂടി തല്ലി പിടിച്ചിട്ട് ഇവന്റെ ഇടയിലേക്ക് വന്ന് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഡോർ തുറക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തില് ജോണിന്റെ മൈക്കിളിന്റെ ഇടയിൽ നമ്മുടെ ക്രിസ് വന്ന് പെട്ടുപോകുന്നുണ്ട്. മൈക്കിൾ ഇപ്പോ അവനെ ചവിട്ടി തറയിലിടുന്നുണ്ട്. ആ ഒരു സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീ അത് തെറിച്ചു പോയിട്ട് തൊട്ടടുത്തുള്ള റൂമിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. എങ്ങനെയെങ്കിലും ആ ഒരു ഡോർ തുറന്നിട്ട് മാപ്പ് അടിച്ച് മാറ്റണം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണല്ലോ ഈശ്വര സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്രിസ് അങ്ങോട്ട് തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോ എല്ലാവരും ജയിലിൽ കിടന്നിട്ട് ഇത്രയും വലിയ തല്ലുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഒറ്റയ്ക്ക് ഓരോ സെല്ലിൽ അടച്ചു വെച്ചേക്കാണ്. ക്രിസും ജോണും അടുത്തടുത്തുള്ള സെല്ലിലായിരുന്നു ഉണ്ടായിരുന്നത്. ജോൺ ഇപ്പൊ ക്രിസിനെ വിളിച്ചിട്ട് പറയാണ്, നീ വിഷമിക്കണ്ട, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാന്ന് പറയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ക്രിസിന് നല്ല രീതിയിൽ പൊളിഞ്ഞു വരുന്നുണ്ട്. അവന് പെണീറ്റ് വന്നിട്ട് ജോണിനോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നോട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മര്യാദയ്ക്ക് മൈക്കിളിന്റെ ഗ്യാങ്ങിൽ ചേർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥയൊന്നും വരില്ലായിരുന്നു. നീ എന്തിനാ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തില് ജോണിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോൺ ഇതൊക്കെ കേട്ടിട്ട് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അവൻ മെല്ലെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ബെഡിന്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് സെല്ലിന്റെ ഉള്ളിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ഫുഡ് കൊടുക്കാനായിട്ട് ഒരു പോലീസുകാരന്റെ കൂടെ മുന്നേ ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഈ ഒരു രണ്ട് ഗ്യാങ്ങിനെ പറ്റിയിട്ടും നമ്മുടെ ക്രിസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ആ ഒരു വയസ്സായ മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. അയാളിപ്പോ എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് നമ്മുടെ ക്രിസിന്റെ സെല്ലിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അയാളിപ്പോ ചില കാര്യങ്ങൾ ക്രിസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ജോണിന്റെ ഗ്യാങ്ങിൽ ചേർന്നത് അത് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കൂട്ടിയാൽ മതി.
മതി. നിനക്കറിയോ അയാൾ എന്തിനാണ് നിന്നെ ഇത്രയും സ്നേഹിക്കുന്നതെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു കാര്യം ഇപ്പൊ അയാൾ പറഞ്ഞു തുടങ്ങുകയാണ്. ജോണിന് ക്രിസിന്റെ അതേ പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇവർ രണ്ടുപേരും നല്ല കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. ജോണും ആ ഒരു ഫ്രണ്ടും ചേർന്നിട്ട് ഇവരുടെ നാട്ടിലെ ഡോൺ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഇവരുടെ ശത്രുക്കള് ഇവരെ ആക്രമിക്കുകയാണ്. അവർ ആക്രമണത്തില് ജോണിന്റെ ഫ്രണ്ട് ജോണിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ ജീവൻ തന്നെ ബലി നൽകിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം ജോണിന്റെ ഫ്രണ്ടിനെ കൊന്ന ആളുകളെ കൊന്ന് പകരം വീട്ടിയതിനു ശേഷമാണ് അവൻ ഈ ഒരു ജയിലിൽ വന്ന് കിടക്കുന്നത്. നിന്നെ കാണുന്ന സമയത്ത് ജോണിന് ആ ഒരു ഫ്രണ്ടിനെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ജോണ് സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വയസ്സായ മനുഷ്യൻ അവിടുന്ന് പോവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ക്രിസിനും ഒരുപാട് വിഷമാവുന്നുണ്ട്. കുറച്ചു മുന്നേ ക്രിസ് ജോണിനോട് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവനിപ്പോ ടെൻഷൻ ആവാണ്. അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. വായി തോന്നിയതുപോലെ ഞാൻ എന്തൊക്കെയാണ് വിളിച്ചു കൂവിയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെല്ലാരെയും പഴയ പോലെ തന്നെ ഒരു സെല്ലിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ക്രിസ് ജോണിന്റെ അടുത്ത് വന്നിട്ട് അവനോട് സോറി പറയാണ്. അത് മാത്രമല്ല ക്രിസ് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും അവന്റെ മുത്തച്ഛൻ കൊടുത്തിട്ടുള്ള ആ ഒരു മാപ്പും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ജോണിനോട് ക്രിസ് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജോൺ പറയാണ്, നിനക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിനായിട്ട് നീ പൈസയൊന്നും എനിക്ക് തരണമെന്നില്ല എന്നൊക്കെ ജോൺ ഇപ്പൊ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഒന്നിച്ചിട്ട് ആ ഒരു നിധി കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇവർ ജയിലുള്ള ഒരു പോലീസുകാരനുണ്ട്. അയാളുടെ കയ്യിലാണ് എല്ലാ റൂമുകളുടെയും കീ വെച്ചിട്ടുള്ളത്. അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡസ്റ്റ് അലർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസുകാരൻ അറിയാതെ അയാളുടെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഡസ്റ്റ് ജോൺ കൊണ്ടുപോയി ഇടുന്നുണ്ട്. ഈ ഡസ്റ്റ് ഷർട്ടിന്റെ ഉള്ളിലായപ്പോ തന്നെ അയാളുടെ അലർജി സ്റ്റിമുലേറ്റ് ആവുകയാണ്. അത് ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് ഈ പോലീസുകാരനെ തൂക്കിയെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മെഡിക്കൽ റൂമിലേക്ക് നമ്മുടെ ജോണും ക്രിസും പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ആ ഒരു ചാവിയും അതുപോലെ തന്നെ ഈ ഒരു പോലീസുകാരന്റെ യൂണിഫോമും എടുത്തിട്ട് ക്രിസ് ഇപ്പോ ആ ഒരു റൂമിൽ കയറുകയാണ്. അവിടെ മുഴുവൻ തെരഞ്ഞിട്ട് ഇവൻ തേടി വന്നിട്ടുള്ള ആ ഒരു ജയിലിന്റെ പുതിയ മാപ്പ് കണ്ടുപിടിക്കുന്നുണ്ട്. പുതിയ മാപ്പ് അവന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് തന്നെ ഇപ്പോ അത് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ലോണ്ടറി റൂമിന്റെ അടിയിലായിട്ട് ഒരു ടണൽ ഉണ്ട് എന്നുള്ളത് ഇവർ കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ ജോണും ക്രിസും കൂടിയിട്ട് ആ ഒരു ലോണ്ടറി റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ടണലിന്റെ ഡോറ് ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് മെല്ലെ ഇറങ്ങി വരികയാണ്. ഇപ്പൊ ആ ഒരു ഭാഗം മുഴുവനും തെരഞ്ഞിട്ട് ഒരു ചുമര് നമ്മുടെ ക്രിസ് കണ്ടുപിടിക്കുന്നുണ്ട്. അവനിപ്പോ ജോണിനോട് പറയാണ്, ഈ ചുമരിന്റെ ബാക്ക് വശത്താണ് ഞങ്ങളുടെ തറവാട് വീടുള്ളത്. ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ ട്രഷർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നിങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ജോൺ ചോദിക്കുകയാണ്, അതൊക്കെ ശരി തന്നെ, ഇത്രയും കട്ടിയുള്ള ഈ ഒരു ചുമര് നമ്മൾ എങ്ങനെയാണ് തകർക്കാൻ പോകുന്നത്? ക്രിസ് ഇപ്പൊ മേലേക്ക് പോയിട്ട് ലോണ്ടറി റൂമിൽ ഉണ്ടായിരുന്ന ഒരു വാഷിംഗ് മെഷീന്റെ മോട്ടർ അയച്ചിട്ട് വരുന്നുണ്ട്. അതൊരു ബക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു ഡ്രില്ലർ പോലെ അവൻ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ചുമരിന്റെ ഓരോരോ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തിട്ട് അവരിപ്പോ ഡ്രില്ല് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. താഴെ ഇവർ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗണ്ട് മേലെ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജോണിന്റെ ആളുകള് ആ ലോണ്ടറി റൂമിലുണ്ടായിരുന്ന മുഴുവൻ വാഷിംഗ് മെഷീനും ഇപ്പൊ ഓണാക്കി വെച്ചിരിക്കുകയാണ്. പോലീസുകാരൊക്കെ ഇപ്പൊ ആ ഒരു ഭാഗത്ത് കൂടെ വരുന്നുണ്ടെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന വാഷിംഗ് മെഷീന്റെ സൗണ്ടാന്ന് വിചാരിച്ചിട്ട് അവരതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ ക്രിസും ജോണും കൂടിയിട്ട് ആ ഒരു ചുമര് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓട്ടേന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ക്രിസ് ഇപ്പൊ ഉള്ളിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവന്റെ ആ ഒരു തറവാട് വീട് അതിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. ക്രിസ് ഇപ്പോ മെല്ലെ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ ഒരു ഭാഗം മുഴുവനും അവനിങ്ങനെ തപ്പി നടക്കുകയാണ്. എത്ര തെരഞ്ഞിട്ടും അവന്റെ മുത്തച്ഛൻ പറഞ്ഞ പോലത്തെ ഒരു നിധി അവന് അവിടെ എങ്ങും കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇവന്റെ മുത്തച്ഛൻ ഒരു ഗോൾഡ് ബാർ അയച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതേ രൂപത്തിലുള്ള ഒരു മരക്കഷ്ണം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ക്രിസിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമാവുന്നുണ്ട്. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്താൻ, എന്നിട്ട് എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അവനോട് വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജോണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ് അകത്തേക്ക് പോയിട്ട് ഒരുപാട് നേരമായി, ഇതുവരെ അവൻ തിരിച്ചു വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ജോണ് ക്രിസ് പോയിട്ടുള്ള ആ ഒരു ഓട്ട വഴി അകത്തേക്ക് പോയി നോക്കുകയാണ്. ഇപ്പോ അവിടെ ഭയങ്കര വിഷമത്തില് നമ്മുടെ ക്രിസ് അങ്ങനെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ എന്താടാ പറ്റിയത് എന്നിങ്ങനെ ജോണ് ചോദിക്കുന്നുണ്ട്. ക്രിസ് ഇപ്പൊ പറയാണ്, അവിടെ ഇരിക്കുന്ന ആ ഒരു മരക്കട്ടയില്ലേ അത് മാത്രമേ എവിടെയുള്ളൂ, അതല്ലാതെ വേറെ ഒന്നും ഞാൻ ഇവിടെ കാണുന്നില്ല. ഈ ഒരു മരത്തിന്റെ കഷ്ണത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ജയിലിന്റെ ഉള്ളിലേക്ക് വന്നത്? എല്ലാം വേസ്റ്റ് ആയി പോയി എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജോൺ അവനോട് പറയുന്നുണ്ട്, എടാ ജീവിതത്തിൽ പണം മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. നിന്റെ മുൻ തലമുറക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു മരക്കഷ്ണം നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ആ ഒരു ചുമരിലുണ്ടായിരുന്ന മരക്കഷ്ണം നമ്മുടെ ജോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ക്രിസിന് കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇവർ നിൽക്കുന്നതിന്റെ പുറകുവശത്ത് നിന്ന് ഇപ്പൊ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവർ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ചുമര് ഇപ്പൊ രണ്ട് ഭാഗത്തേക്ക് നീങ്ങി മാറിയിട്ടുണ്ട്. അതിന്റെ ഉള്ളില് നിറച്ചും ഗോൾഡുകള് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കാണ്. ഇത് കണ്ടിട്ട് ജോണിന്റെയും ക്രിസിന്റെയും കിളി പോകുന്നുണ്ട്. അവരിപ്പോ ആ ഒരു നിധിയുടെ അടുത്തേക്ക് വന്നേക്കാണ്. ഈ ഗോൾഡ് ബാറുകൾ വെച്ചതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ലെറ്ററും കൂടി ഉണ്ടായിരുന്നു. ജോൺ ഇപ്പോ ആ ഒരു ലെറ്റർ എടുത്ത് തുറന്ന് വായിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ക്രിസ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഒരു ഗോൾഡ് ബാറുകൾ എത്രയുണ്ടെന്ന് ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസിന്റെ ഫാമിലി പണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഗോൾഡ് ബാറുകൾ ക്രിസിന്റെ ഫാമിലിക്ക് ഗവൺമെന്റ് ഒരു റിവാർഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യമൊക്കെ ആ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ് ഇപ്പോ ആ ഒരു ഗോൾഡ് ബാറുകൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ മുതലുണ്ടത്. ക്രിസ് ജോണിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൽ നിന്നും എത്രയാണ് വേണ്ടതെന്ന്. ജോൺ ഇപ്പോ പറയുന്നുണ്ട്, ഇത് നിന്റെ തറവാട്ട് സ്വത്താണ്, അതിൽ നിന്നും എനിക്കൊന്നും വേണ്ട, ഇത് മുഴുവനായിട്ട് നീ എടുത്തോളാനായിട്ട് പറയാണ്. ഈ ഒരു ഗോൾഡ് ബാറുകൾ ഇനി എങ്ങനെയാണ് പുറത്തെത്തിക്കുക എന്നുള്ളത് ജോൺ ക്രിസിനോട് ചോദിക്കുകയാണ്. ക്രിസ് ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട്
പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഈ ഒരു ജയിലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവനിപ്പോ അവന്റെ പ്ലാന് പറയാണ്. ഇത് മുഴുവനും നമ്മളെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ലോണ്ടറി റൂമിലുള്ള ആസിഡ് കണ്ടെയ്നറുകളിൽ പെനോയിൽ ഒഴിച്ചതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അടച്ചു വെക്കും. ആസിഡ് കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ ആരും ഇത് തുറന്നു നോക്കാനൊന്നും പോകുന്നില്ല. ആഴ്ചയിൽ 3 ദിവസമാണ് ജയിലിലേക്ക് പച്ചക്കറി കൊണ്ടുവരുന്നത്. അതായത് അടുത്ത ദിവസം പച്ചക്കറി ജയിലിലെത്തും. ഈ പച്ചക്കറി കൊണ്ടുവരുന്ന ട്രെയിന്റെ അടിയിലായിട്ട് നമ്മൾ ഈ ഒരു ഗോൾഡ് ബാറുകൾ ഒളിപ്പിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി ഇറക്കിയതിനു ശേഷം ഈ ട്രേ തിരിച്ചു വന്ന സമയത്ത് ആരും ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. ട്രേകളെല്ലാം വണ്ടി കയറ്റിയിട്ട് ആ ഒരു മാർക്കറ്റിൽ തന്നെ എത്തിക്കുകയും ചെയ്യും. വരുന്ന ശനിയാഴ്ച ഞാൻ ഈ ഒരു ജയിലിൽ നിന്ന് റിലീസ് ആവുകയാണ്. ജയിലിലേക്ക് പച്ചക്കറി കൊണ്ടുവരുന്നത് എവിടുന്നാന്നൊക്കെ ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ റിലീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ ഒരു ഗോൾഡ് ബാറുകൾ മുഴുവനും ഞാൻ കളക്ട് ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേടിയെടുക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ ക്രിസ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ജോണിന്റെ കിളി മാറുകയാണ്. ആരാടാ നീ, എങ്ങനെയാടാ ഇത്രയും വലിയ പ്ലാനൊക്കെ നീ ഉണ്ടാക്കിയെടുത്ത് എന്നൊക്കെ ചോദിച്ചിട്ട് ജോൺ ആണെന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെട്ട് അവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ മെല്ലെ മെല്ലെ ക്രിസും ജോണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ഡീപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. ജോണിനൊരു മകളുണ്ട്. അവളിപ്പോ ജോണിനെ കാണാനായിട്ട് ജയിലിലേക്ക് വന്നേക്കാണ്. അവള് കോളേജിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനായിട്ടുള്ള അഡ്മിഷൻ ഫോം ഒക്കെ നമ്മുടെ ജോണിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ജോണിന് ഒരുപാട് സന്തോഷമാവാണ്. ഇപ്പൊ നമ്മുടെ വില്ലനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ആ ഒരു ഫൈറ്റ് ഉണ്ടാവാൻ കാരണം മൈക്കിളാണെന്ന് പറഞ്ഞിട്ട് അവനെ മാത്രം ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ ഇത്രയും നാളും അടച്ചു വെച്ചേക്കായിരുന്നു. ഇപ്പോഴാണ് മൈക്കിളിനെ ആ ഒരു സെല്ലിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. മൈക്കിൾ റിലീസായി എന്ന് അറിഞ്ഞിട്ട് ജോണിപ്പോ ഒരുപാട് സിഗരറ്റ് പാക്കറ്റുകളുമായിട്ട് അവനെ കാണാനായിട്ട് വന്നേക്കാണ്. ജോണിപ്പോ മൈക്കിളിനോട് പറയാണ്, ഈ ഒരു സിഗരറ്റ് മുഴുവനും നിനക്കായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം നീ മറക്കണം. ഇനി നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മര്യാദയ്ക്ക് പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മൈക്കിളിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നല്ല രീതിയിൽ തന്നെ കലിപ്പ് വരുന്നുണ്ട്. അവൻ ആ ഒരു മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സിഗരറ്റ് പാക്കറ്റുകൾ മുഴുവനും തട്ടിക്കളയാണ്. ജോണേ, നീ എന്താണ് വിചാരിച്ചത്? കുറച്ച് സിഗരറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്നെ മയക്കാന്നോ? ഇനി മുതലാണ് നീ നിന്റെ ടീമും നല്ല രീതിയിൽ ഭയക്കേണ്ടത്. ഞാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. നിന്റെ ടീമിനെ മുഴുവനും ഇഞ്ച ചതയ്ക്കുന്ന പോലെ ഞാൻ ചതയ്ക്കും എന്നൊക്കെ നല്ല രീതിയിൽ ദേഷ്യം പിടിച്ചിട്ട് ഇപ്പൊ മൈക്കിള് വിളിച്ചു കൂവുന്നുണ്ട്. അടുത്ത സീനിൽ ജോണിന്റെ ആ ഒരു റൈറ്റ് ഹാൻഡ് ഉണ്ടായിരുന്നില്ലേ, അവൻ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മൈക്കിളും അവന്റെ ടീമും കൂടിയിട്ട് ഈ ഒരു റൈറ്റ് ഹാൻഡിനെ പിടിച്ചിട്ട് നല്ല രീതിയിൽ പഞ്ഞിക്കിടുന്നുണ്ട്. മൈക്കിള് അവന്റെ കൈ അങ്ങോട്ട് തല്ലി ഒടിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ജോൺ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവന്റെ കൈ ഒടിച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ജോണിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അടുത്തതായിട്ട് മൈക്കിൾ നേരെ പോയത് നമ്മുടെ ക്രിസിന്റെ അടുത്തേക്കായിരുന്നു. അവനെ പിടിച്ച് അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് ഹാൻഡിനെ മൈക്കിൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈക്കിൾ അടുത്തതായിട്ട് പോകുന്നത് ക്രിസിന്റെ അടുത്തേക്കായിരിക്കും എന്നുള്ളത് നമ്മുടെ ജോണിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോൺ ഇപ്പോ ക്രിസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്ത് മൈക്കിള് ക്രിസിനെ എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺ ഇപ്പൊ ചാടി വീണിട്ട് മൈക്കിളുമായിട്ട് നല്ല രീതിയിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ക്രിസും ജോണും കൂടിയിട്ട് ആ ഒരു റൂമിൽ തന്നെ ആയിരുന്നു ആസിഡ് കണ്ടെയ്നറിനുള്ളിൽ പെനോയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് ഗോൾഡ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് തട്ടിമറിഞ്ഞ നിലത്തേക്ക് വീഴാണ്. മൈക്കിൾ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഒരുപാട് ഗോൾഡ് ബാറുകൾ ആ ഒരു ബക്കറ്റിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ഇത്രയും ഗോൾഡ് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ മൈക്കിളിന് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. അവൻ ആ ഒരു ഗോൾഡ് ബാർ എടുത്ത് കയ്യിൽ വെച്ചിട്ട്, എന്താണ് ഞാൻ ഈ കാണുന്നത്? ഇതിൽ നിന്നും പകുതി ഗോൾഡ് ബാർ നീ എനിക്ക് തന്നേക്ക്. ഇനി നീയുമായിട്ട് ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല എന്ന് മൈക്കിൾ ഇപ്പൊ പറയാണ്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ബാക്ക് സൈഡിൽ കൂടെ വന്നിട്ട് നമ്മുടെ മൈക്കിളിനെ എടുത്തിട്ട് അടിക്കുകയാണ്. വീണ്ടും മൈക്കിളും ജോണും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കേബിൾ എടുത്തിട്ട് മൈക്കിളിന്റെ കഴുത്തിൽ കെട്ടി ജോൺ ഇപ്പൊ വലിച്ചോണ്ടിരിക്കുകയാണ്. മൈക്കിളിനെ കൊല്ലാൻ തന്നെയാണ് ജോൺ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവർ നിൽക്കുന്ന ഈ ഒരു റൂമിന്റെ വാതില് പോലീസുകാർ വന്നിട്ട് ഇങ്ങനെ തട്ടുന്നുണ്ട്. ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോ ക്രിസിന് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. പോലീസുകാരെങ്ങാനും ഈ ഒരു ഗോൾഡ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും ഗവൺമെന്റിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ് ഇപ്പൊ ഓടി വന്നിട്ട് ജോണിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് ക്രിസ് മൈക്കിളിനെ ജോണിന്റെ അടുത്ത് രക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ വാതിലിന് പുറത്തുണ്ടായിരുന്ന പോലീസുകാർ മുഴുവനും ആ ഒരു ഡോർ ചവിട്ടി പൊളിച്ചിട്ട് അകത്തേക്ക് വരികയാണ്. പോലീസുകാർ അകത്തേക്ക് വരുന്നതിന് മുന്നേ ആ ഗോൾഡ് ബാറുകൾ മുഴുവനും ക്രിസ് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അകത്തേക്ക് കയറി വന്ന പോലീസുകാർ മൈക്കിളിന്റെ അടുത്ത് പോയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തില് പോലീസുകാരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അവിടെ വെച്ചിട്ട് അവന്റെ കാര്യം ഞാൻ തീരുമാനമാക്കിയാനേ, നീ എന്തിനാ അതിന്റെ ഇടയിൽ കയറി ഇടപെട്ടേന്ന് ജോൺ ഇപ്പൊ ക്രിസിനോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ആ ഒരു ഗോൾഡിന്റെ കാര്യം അവൻ എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവന് ഷെയർ കൊടുക്കാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഗോൾഡിന്റെ കാര്യം പോലീസുകാരെങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് അത് അവർ അടിച്ചു മാറ്റി കൊണ്ടുപോകും. അതിലും നല്ലത് പകുതി അവന് കൊടുക്കുന്നതല്ലേ എന്നൊക്കെ ക്രിസ് ജോണിനോട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജോൺ ആണെന്നുണ്ടെങ്കിൽ അവന്റെ നേരെ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. നിനക്ക് എപ്പോ നോക്കിയാലും ആ ഒരു ഗോൾഡിന്റെ കാര്യം മാത്രമല്ല പറയാനുള്ളൂ. അവൻ എന്റെ ഫ്രണ്ടിന്റെ കൈ തല്ലി ഓടിച്ച് അവിടെ ഇട്ടേക്കാണ്. നിന്നെ ഞാനൊരു ഫ്രണ്ട് ആയിട്ടല്ലേ കണക്കൂട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീ ശരിക്കും ഒരു സെൽഫിഷ് ആണെന്നുള്ളത് ഈ ഒരു സംഭവത്തോടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നീ ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്ന് പറഞ്ഞിട്ട് ജോൺ ഇപ്പൊ അവിടുന്ന് പോവുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഗ്യാങ്സ്റ്ററിലെ, അതായത് ക്രിസ് കടം വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ഗ്യാങ്സ്റ്റർ, അവനിപ്പോ എന്തോ ഒരു കേസിൽ പെട്ടിട്ട് ഈ ഒരു ജയിലിൽ എത്തിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് അയാൾ ക്രിസിനെ കാണുകയാണ്. നീ എനിക്ക് തരാനുള്ള പൈസ എവിടെയാന്ന് വെച്ചിട്ട് ഇപ്പൊ ക്രിസിനെ ആ ഒരു ഗ്യാങ്സ്റ്റർ എടുത്തിട്ട് അടിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ മൈക്കിൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവന്റെ തലയ്ക്ക് രണ്ട് തട്ടും തട്ടിയിട്ട് ഇനി മേലാൻ ഇവനെ തൊട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ തീർത്ത് കളയുന്നത് മൈക്കിൾ ഇപ്പൊ പറയാണ്. മൈക്കിളിന്റെ ഈ ഒരു ഭീഷണി കേട്ട് കഴിഞ്ഞപ്പോ ഗ്യാങ്സ്റ്റർ ഒന്നും മിണ്ടാതെ ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്. മൈക്കിൾ ക്രിസിനോട് ചോദിക്കുകയാണ്, എന്തായി നിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഗോൾഡ് ജയിലിന് പുറത്തെത്തിക്കുക? ക്രിസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. മൈക്കിൾ ഇപ്പൊ ക്രിസിനെ എടുത്തിട്ട് കുത്താണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നിനക്ക് ഈ ഒരു ജയിലിനെ
പറ്റിയിട്ട് നന്നായിട്ട് അറിയാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള പ്ലാനും നീ തന്നെ ഉണ്ടാക്കണം. അതല്ല എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ പൊന്നുമോനെ നിന്നെ തീർത്ത് കളയുന്നെ പറയാണ്. ക്രിസും ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജോണിന് ജയിലിലേക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. ജോണിന്റെ മകള് ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് ഇപ്പോ കോമാ സ്റ്റേജിലാണുള്ളത്. ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ജോൺ ഭയങ്കര വിഷമത്തിലാണ്. അവൻ എങ്ങനെയെങ്കിലും അവന്റെ മോളെ കാണണമെന്നാണുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു ജയിലിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് അവനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ക്രിസിനെ കാണാനായിട്ട് ജോൺ ഇപ്പോ വരുന്നുണ്ട്. ഈ സമയത്ത് മൈക്കിളും ക്രിസും കൂടിയിട്ട് ഈ ഒരു ജയിലിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോൺ അവിടെ വന്നിട്ട് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, എനിക്കും പുറത്ത് കിടക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മൈക്കിൾ പറയുന്നുണ്ട് എന്റെ ഷെയറിന് ഞാൻ 10 പൈസ നിനക്ക് തരൂല, ക്രിസെ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഷെയറിന് പകുതി അവന് കൊടുത്തേക്ക് എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജോണിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനിപ്പോ ക്രിസിനോട് പറയാണ് എനിക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഈ ഒരു ജയിലിൽ നിന്ന് പുറത്ത് കിടന്നാൽ മാത്രം മതി എന്നിങ്ങനെ ജോൺ പറയാണ്. അങ്ങനെ ഇവര് 3 പേരും കൂടിയിട്ട് ആ ജയിലിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള പ്ലാൻ ഇട്ടോണ്ടിരിക്കുകയാണ്. ക്രിസ് മൈക്കിളിനോട് പറയുന്നുണ്ട് നാളെ ഞാൻ ഈ ഒരു ജയിലിൽ നിന്ന് റിലീസ് ആവും, പക്ഷെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാൻ ഉണ്ടാക്കാനായിട്ട് എനിക്ക് കുറച്ച് ദിവസം കൂടി സമയം വേണം, അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മൈക്കിൾ പറയാണ് അത്രയല്ലേ വേണ്ടൂ, നിനക്ക് ഇവിടെ കുറച്ച് നാളും കൂടി നിൽക്കണം, നിന്റെ ശിക്ഷ കുറച്ച് നാളും കൂടി കൂട്ടാനായിട്ട് എന്റെ കയ്യിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെന്ന് പറയാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മളൊരു ഫൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഫൈറ്റ് ഇപ്പോഴാണ് നടക്കുന്നത്. മൈക്കിളും ക്രിസും കൂടിയിട്ട് ഇപ്പൊ ബോധപൂർവ്വം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഇവരിപ്പോ ഇങ്ങനെ തല്ലുണ്ടാക്കിയതുകൊണ്ട് തന്നെ ക്രിസിന്റെ റിലീസ് ഡേറ്റ് കുറച്ച് നാൾ കൂടി നീട്ടി വെക്കുകയാണ്. ആ ഒരു സമയത്തിനുള്ളിൽ ക്രിസ് ഇപ്പോ നല്ലൊരു അടിപൊളി പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്. മൈക്കിളിനും ജോണിനും ക്രിസ് ഇപ്പോ ആ ഒരു പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ജയിലിൽ ഒരു ആഘോഷം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു ദിവസമാണ് നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യുക. എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജയിലിന്റെ പഴയ മാപ്പില് അഴുക്കുവെള്ളം പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു ടണൽ ഉണ്ട്. എന്നാൽ പുതിയ മാപ്പിൽ ഈ ഒരു ടണൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനർത്ഥം ആ ഒരു ടണൽ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല എന്നാണ്. അത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് പറ്റും. ഈ ടണൽ നേരെ പോകുന്നത് കടലിന്റെ ആ ഒരു ഭാഗത്തേക്കാണ്. അവിടെ വരെ എനിക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് പറ്റും. അവിടുന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യാനായിട്ട് ഒരു ബോട്ട് മൈക്കിളെ നീ റെഡിയാക്കണം. ആ ഒരു വിഷയം നീ എനിക്ക് വിട്ടേക്ക്, അത് ഞാൻ നോക്കിക്കോളാന്ന് മൈക്കിൾ ഇപ്പൊ പറയുന്നുണ്ട്. ജോണിപ്പോ ഇവരുടെ ഈ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് ഈ ഗോൾഡ് ഇവിടുന്ന് കൊണ്ടുപോകുന്നതിനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബാഗ് തയ്ച്ചുണ്ടാക്കുകയാണ്. മൈക്കിൾ ഇപ്പോ അവന്റെ ടീമിനെ വെച്ചിട്ട് ബോധപൂർവമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ ഒരു അടി തടയാനായിട്ട് കുറച്ച് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് മൈക്കിൾ പോയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന സോപ്പ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള കീ എല്ലാം തന്നെ ഒരു സോപ്പിൽ അച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ക്രിസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ചില ബാറ്ററി സെല്ലുകളും അതുപോലെ തന്നെ ഈ ഒരു ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവനിപ്പോ ചെറിയ ചെറിയ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കുന്നുണ്ട്. ജയിലിന്റെ ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് ഒരുപാട് ബലൂണുകൾ അവിടെ ഡെക്കറേഷൻസ് ആയിട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു. ക്രിസ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചെറിയ ചെറിയ എക്സ്പ്ലോസീവ്സ് ബലൂണുകളുടെ ഇടയിൽ അവൻ തൂക്കിയിടുകയാണ്. അങ്ങനെ ഇവര് കാത്തിരുന്നിട്ടുള്ള ആ ഒരു ദിവസം എത്തിയിട്ടുണ്ട്. ജയിലിന്റെ ആനുവൽ ഡേ ആഘോഷിക്കാനായിട്ട് പോവാണ്. അതിനു വേണ്ടിയിട്ട് ജയിലിലുണ്ടായിരുന്ന എല്ലാ തടവുള്ളികളെയും ആ ഒരു ഗ്രൗണ്ടിൽ അങ്ങനെ വരിവരിയായിട്ട് ഇരുത്തിയേക്കാണ്. ഈ ഒരു സമയപ്പോഴത്തേക്കും നമ്മുടെ ക്രിസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെറിയ ചെറിയ ബോംബുകൾ ഇപ്പൊ പൊട്ടിത്തെറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും തലങ്ങും വിലങ്ങും കിടന്ന് ഓടുകയാണ്. ഈ ഒരു ക്യാപ്പില് മൈക്കിളും ജോണും ക്രിസും കൂടിയിട്ട് നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. ഇവർ പ്ലാൻ ചെയ്ത പ്രകാരം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ലോണ്ടറി റൂം തുറക്കുന്നുണ്ട്. അവിടുന്ന് ഗോൾഡും അതുപോലെ തന്നെ ഇവർ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കയറുകളും അവിടെ ഉണ്ടായിരുന്ന എക്സോസ്റ്റ് വെന്റ് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നിറങ്ങി പോവാണ്. ഇപ്പൊ പോലീസുകാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവാതെ അവരങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഒരു വിധത്തില് അവർ ആ ഒരു തീയൊക്കെ അണച്ചിട്ട് ചെതറി ഓടിയിട്ടുണ്ടായിരുന്ന ആ ഒരു തടവുള്ളികളെ മുഴുവനും ഇപ്പൊ ആ ഒരു ഗ്രൗണ്ടിൽ ഇരുത്തിയിട്ട് ഇവർ എണ്ണ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എണ്ണി നോക്കുന്ന സമയത്താണ് 3 പേര് അതിൽ നിന്നും മിസ്സിംഗ് എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുന്നത്. അവരിപ്പോ ഈ ഒരു 3 പേരെയും തെരഞ്ഞിറങ്ങുകയാണ്. ഇപ്പൊ നമ്മൾ ക്രിസിനെ ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു എക്സോസ്റ്റിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ക്രിസിന്റെ കാലില് വലിയൊരു കമ്പി കൊണ്ടിട്ട് നല്ല രീതിയിൽ മുറിയുന്നുണ്ട്. അങ്ങനെ ഇവര് ഒരു വിധത്തിൽ നിറങ്ങിയിട്ട് ഇപ്പൊ കിച്ചണിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് വന്ന് ഇറങ്ങിയത്. ക്രിസിന്റെ കാലിൽ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ് ഇപ്പൊ പറയാണ് നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജോൺ പറയാണ് നീ ഇല്ലാതെ ഞാനും ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കാലിലുണ്ടായിരുന്ന ആ ഒരു മുറിവൊക്കെ വെച്ച് കെട്ടി കൊടുക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് മൈക്കിൾ ആരും കാണാതെ കിച്ചണിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പോലീസുകാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ആ ഒരു ജയിൽ മുഴുവനും ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. ലോണ്ടറി റൂമിന്റെ ഡോർ തുറന്ന് കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഇവര് റൂമിന്റെ ഉള്ളിൽ കയറി നോക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് എക്സോസ്റ്റ് വിൻഡോന്റെ സ്ക്രൂ ഇളകി കിടക്കുന്നത് ഇവര് കാണുന്നത്. ആ എക്സോസ്റ്റ് പോകുന്ന വഴി പിന്തുടർന്നിട്ട് പോലീസുകാർ ഇപ്പൊ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് ബ്ലഡ് കിടക്കുന്നതാണ് ഇവർ കാണുന്നത്. പക്ഷേ ഈ ഒരു കിച്ചൺ മുഴുവൻ തെരഞ്ഞിട്ടും അവരെ കണ്ടുപിടിക്കാനായിട്ട് പോലീസുകാർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ നിൽക്കുന്നതിന്റെ തൊട്ട് താഴെയാണ് ആ ഒരു ടണലുള്ളത്. ഇവർ 3 പേരും ആ ഒരു ടണലിലാണ് ഉള്ളത്. ഈ ഒരു ടണലിൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് അഴുക്ക് വെള്ളം ആ ഒരു ടണലിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വെള്ളത്തിൽ കൂടെ തന്നെ അവർ മുന്നോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെ ആ ഒരു ടണലിൽ കൂടെ ഇവർ നടന്ന് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ തൊട്ട് മുന്നിലായിട്ട് വലിയൊരു ചുമർ അവർ കാണുകയാണ്. ഈ ചുമർ എവിടെയുള്ളത് നിനക്ക് മുന്നേ അറിയായിരുന്നോ? നമ്മൾ എങ്ങനെയാണ് അപ്പുറം കിടക്കാൻ പോകുന്നത് എന്നിങ്ങനെ മൈക്കിൾ ചോദിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു വാൽവ് ചൂണ്ടിക്കാണിച്ചിട്ട് ക്രിസ് ഇപ്പൊ പറയാണ് നിങ്ങൾ ആദ്യം ആ ഒരു വാൽവ് തുറക്കണം. ആ വാൽവ് തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അഴുക്ക് വെള്ളം ഈ റൂമിന്റെ ഉള്ളിലേക്ക് വന്ന് നിറയും. അതിൽ നിന്നും ഉണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫേറ്റ് ഈ ഒരു ടണൽ മുഴുവൻ നിറയും. ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പ്ലോസീവ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചുമര് തകർക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് എത്രയും ഈ ഒരു വെള്ളത്തിന്റെ അടിയിലേക്ക് പോകാൻ പറ്റുമോ അത്രയും വെള്ളത്തിന്റെ അടിയിലേക്ക് നമ്മൾ പോകണം. ഇല്ലെങ്കിൽ ആ ഒരു തീ
തീയിൽപ്പെട്ടിട്ട് നമ്മൾ മരിച്ചു വന്ന് ക്രിസ് ഇപ്പൊ പറയാണ്. ഇപ്പൊ മൈക്കിളും ജോണും കൂടിയിട്ട് ആ ഒരു വാൽവ് തുറക്കുകയാണ്. ക്രിസ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അഴുക്കുവെള്ളം ആ ഒരു ടണലിലേക്ക് വന്ന് നിറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് ഹൈഡ്രജൻ സൾഫേറ്റ് ആ ഒരു ടണലിൽ നിറഞ്ഞ അതേ സമയത്ത് തന്നെ ഈ ഒരു വാൽവ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറയാണ്. ക്രിസ് ഇപ്പോ അവൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലോസീവ് ഇപ്പൊ മുകളിലേക്ക് എറിയാണ്. അതേ സമയത്ത് തന്നെ വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ടണലിനെ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ മുടിയും ഇപ്പൊ മുകളിലേക്ക് തെറിക്കുകയാണ്. ഇവര് വെള്ളത്തിൽ നിന്ന് എണീറ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു ചുമര് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഒരു മലയുടെ നടുഭാഗത്താണ് ഈ ഒരു ടണൽ അവസാനിക്കുന്നത്. താഴേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള കടല് അവരവിടെ കാണാണ്. മൈക്കിൾ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു ബോട്ടും അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗോൾഡ് മുഴുവനും ഒരു ബാഗിലേക്ക് ആക്കിയിട്ട് അതൊരു കയറിൽ കെട്ടുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് ഇറങ്ങാനായിട്ട് ഇവർ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ മൈക്കിള് അവൻ കിച്ചണിൽ നിന്ന് എടുത്തിട്ടുള്ള ആ കത്തി ഉപയോഗിച്ചിട്ട് ജോണിനെ കുത്താനായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് ക്രിസ് നടുവിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഇവൻ മുന്നിൽ വന്ന് ചാടിയതുകൊണ്ട് തന്നെ ആ ഒരു കത്തി ക്രിസിന്റെ നെഞ്ചിലേക്കാണ് കയറുന്നത്. ഇത് കണ്ടിട്ട് ജോണിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവരിപ്പോ മൈക്കിളിനെ എടുത്തിട്ട് അടിക്കുകയാണ്. അങ്ങനെ ജോണും മൈക്കിളും തമ്മിൽ അവിടെ കിടന്നിട്ട് നല്ല രീതിയിലുള്ള ഫൈറ്റ് ആവാണ്. അവർ ആ ഒരു വെള്ളത്തിലേക്ക് കിടന്നിട്ട് ഉരുണ്ട് മറിഞ്ഞ് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിന് ശേഷം മൈക്കിൾ ജോണിന്റെ കൈ ഒരു കട്ട വെച്ച് തല്ലി ഒടിക്കുന്നുണ്ട്. അങ്ങനെ ജോണും ക്രിസും ഇപ്പൊ സൈഡായിട്ടുണ്ട്. മൈക്കിൾ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു കയറെടുത്തിട്ട് ജോണിന്റെ കൈയും കാലും കെട്ടിയിട്ട് അവനിപ്പോ കടലിലേക്ക് തള്ളിവിടാനായിട്ട് തുടങ്ങുകയാണ്. ക്രിസിന് ബോധം വരുന്നുണ്ട്. അവൻ ജോണിനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ മൈക്കിള് ഇവൻ അടിച്ചിട്ടാണ്. മൈക്കിൾ ഇപ്പൊ ജോണിനെ താഴേക്ക് തള്ളിയിടാണ്. ജോണിന്റെ മേത്ത് കെട്ടിയിട്ടുണ്ടായിരുന്ന കയറിന്റെ ഒരറ്റം നമ്മുടെ ക്രിസ് ചാടി കയറി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോൺ ആ ഒരു കയറിൽ അങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ജോണിപ്പോ ഈ ഒരു കയറ് പിടിച്ച് മേലേക്ക് കയറി വരാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ഒരു കൈ ഒടിഞ്ഞു പോയതുകൊണ്ട് തന്നെ അവനിപ്പോ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് മൈക്കിളിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗോൾഡ് ബാർ എടുത്തിട്ട് ക്രിസിന്റെ തലയിൽ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. പക്ഷെ എത്ര വേദന എടുത്തിട്ടും ക്രിസ് ആ ഒരു കയറ് വിടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ മൈക്കിള് ഓക്കെ നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഗോൾഡ് നിറച്ചു വെച്ചിട്ടുള്ള ബാഗുമായിട്ട് താഴേക്ക് ഇറങ്ങാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജോണ് ക്രിസിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, എന്നെ ഒന്ന് ആഞ്ഞു വലിക്കുന്നുള്ള രീതിയിൽ. ഇപ്പൊ മൈക്കിള് ആ ഒരു ടണലിന്റെ എഡ്ജിലാണ് നിൽക്കുന്നത്. ക്രിസ് അവന്റെ മുഴുവൻ ശക്തി എടുത്തിട്ട് ആ ഒരു കയറ് മേലേക്ക് വലിക്കുന്ന സമയത്ത് ജോൺ അവന്റെ ഒടിഞ്ഞു പോയ കൈ വെച്ചിട്ട് മൈക്കിളിനെ വലിച്ച് കടലിലേക്ക് ഇടുകയാണ്. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയൊന്നും സംഭവിച്ചുകൊണ്ട് തന്നെ മൈക്കിളും ഇപ്പൊ താഴേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇവൻ താഴേക്ക് പോകുന്ന സമയത്ത് ഗ്രിപ്പിനായിട്ട് ഗോൾഡ് നിറച്ചു വെച്ച ബാഗിലായിരുന്നു അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ആ ഒരു ബാഗും താഴേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബാഗിൽ കെട്ടിയിട്ടുള്ള കയറ് ക്രിസ് വേഗം ചാടി പിടിക്കുകയാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഒരു കയ്യിൽ ജോൺ പിടിച്ചിട്ടുള്ള കയറും മറ്റേ കയ്യിൽ ഗോൾഡിന്റെ ബാഗ് കെട്ടിയിട്ടുള്ള കയറുമാണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ അവന് വലിച്ചു കയറ്റാനായിട്ട് സാധിക്കുള്ളൂ. ഇതിൽ ഏത് വലിച്ചു കയറ്റുന്നുള്ള കൺഫ്യൂഷനിൽ അവൻ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോ അവന്റെ മനസ്സിലേക്ക് ജോൺ ഇവന് വേണ്ടി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡ് കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ബാഗ് വിട്ടിട്ട് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ജോണിന്റെ കയറ് പിടിച്ചു നിർത്തുകയാണ്. ഇപ്പൊ പോലീസുകാർ അന്വേഷിച്ച് പിടിച്ചിട്ട് ഇവര് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പോലീസുകാർ അവിടെ ഒന്ന് നോക്കുന്ന സമയത്ത് 3 പേരെയും കാണുന്നുണ്ടായിരുന്നില്ല. ഇവര് 3 പേരും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ജോണും ക്രിസും എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. അവര് ആ ഒരു ടണലിന്റെ മറ്റൊരു ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവരിപ്പോ പോലീസുകാരുടെ മുന്നിൽ വന്ന് സറണ്ടർ ആവുകയാണ്. അടുത്ത സീനിൽ ജോണിനെയും ക്രിസിനെയും കാണിക്കുകയാണ്. ജോണിന്റെ മകൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അവൾ കോമാ സ്റ്റേജിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവൾ നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പോലീസുകാർ ഇപ്പോ ജോണിനോട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജോണും ഒരുപാട് സമാധാനം ആവുന്നുണ്ട്. കടലിൽ വീണ് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോൾഡ് മുഴുവനും പോലീസുകാർ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ക്രിസിന്റെ ഫാമിലിയുടെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗോൾഡ് മുഴുവനും ക്രിസിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് ഗോൾഡൻ എസ്കേപ്പ് എന്ന സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.